തെലങ്കാന അതിർത്തിയിലുള്ള കരേഗുട്ടി വനത്തിൽ കഴിഞ്ഞ 12 ദിവസമായി തീവ്രമായ മാവോയിസ്റ്റ് വേട്ടയിലാണ് സുരക്ഷാ സേനകൾ. എന്നാൽ ഈ സൈനിക നടപടികൾ ഇപ്പോൾ വലിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ശരിക്കും മാവോയിസ്റ്റ് പോരാളികൾ ഇവിടെയുണ്ടോ, അതോ ഇതൊക്കെ ആരുടെയെങ്കിലും കള്ളക്കളികളാണോ? സുരക്ഷാ സേനകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ടോ, അതോ അധികൃതർ ഏതെങ്കിലും തെറ്റിദ്ധാരകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യങ്ങളാണ് എവിടെയും ഉയരുന്നത്. CRPF, കോബ്ര, C60 കമാൻഡോകൾ, DRG, ബസർ പോരാളികൾ തുടങ്ങിയ സംഘങ്ങളിൽ നിന്നുള്ള 25,000 സുരക്ഷാ ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം നടത്തുന്ന സങ്കൽപ് എന്ന മാവോയിസ്റ്റ് വേട്ടയാണ് 13 ദിവസമായി അരങ്ങ് തകർക്കുന്നത്. സാങ്കേതികതയുടെ പിന്തുണയോടെയാണ് മാവോ വേട്ട. കരേഗുട്ടി വനമേഖലയിൽ മാവോയിസ്റ്റ് സംഘങ്ങളുടെ ഉന്നത നേതാക്കളടക്കം 1000-ഓളം പേർ ഒളിച്ചിരിപ്പുണ്ടെന്നും ഇവരെ പിടികൂടാനാണ് വേട്ടയെന്നുമാണ് ഔദ്യോഗിക കണക്കുകൾ. മാവോയിസ്റ്റ് വേട്ടയ്ക്കിടെ 3 വനിതാ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 20 പേർ കീഴടങ്ങി. എന്നാൽ ഇതുവരെയും ഉന്നത നേതാക്കളെ കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല. സുരക്ഷാ സേന എത്തും മുമ്പ് ഇവർ ഇവിടം വിട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അധികൃതർ. ഇതൊരു ശക്തമായ ഒളിപ്പോര് തന്ത്രമാണെന്നാണ് ഇപ്പോൾ സുരക്ഷാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത് തങ്ങൾ ഒരിടത്തുണ്ടെന്ന് വരുത്തി ശത്രുക്കളെ ശ്രദ്ധ തിരിക്കുകയും കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിലിരുന്ന് ആക്രമണം നടത്തുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇവർ സ്വീകരിക്കുന്നത്. കരേഗുട്ടയിലെ തങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അവർ തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. മേഖലയിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചു. ആദിവാസികൾ ഈ മേഖലയിലേക്ക് വരരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഈ കെട്ടുകഥകളെല്ലാം എല്ലാവരും വിശ്വസിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി വന്നതോടെ കടുത്ത പോരാട്ടവുമായി സുരക്ഷാ സേന രംഗത്തിറങ്ങി. 2 കുന്നുകളിൽ സുരക്ഷാ സേന ദേശീയ പതാക ഉയർത്തി. ഇനി 13 എണ്ണം കൂടി ബാക്കിയുണ്ടെന്നും സുരക്ഷാ സേന വ്യക്തമാക്കി. ഉന്നത മാവോയിസ്റ്റുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷമേ പൂർണ്ണമായും ഇവരുടെ സാന്നിധ്യം ഇവിടെയില്ലെന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നും സുരക്ഷാ സേന പറയുന്നു. വേനൽക്കാലം സുരക്ഷാ സേനയുടെ നടപടികൾക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കാടിന്റെ ഭൂമിശാസ്ത്രവും സൂര്യാഘാത സാധ്യതകളും ദൗത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അടുത്ത കൊല്ലം മാർച്ചോടെ രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യ ഇന്ത്യയിലെ ദണ്ഡകാരണ്യത്തിൽ നിന്ന്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന മാവോ വേട്ട.